ഒത്തിരി നാളായിട്ട് വിചാരിക്കുന്ന ഒരു വ്ളോഗ് ചെയ്യണം. ഓണമായിട്ട് ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ? നാട്ടിലില്ലാത്തൊരു ഓണം ഇതാദ്യം എനിക്ക്. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലെങ്കിലും എൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിൽ ഓണം അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ സദ്യ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ല, എന്നാലും ഒരു പായസം വെച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പായസത്തിനുള്ള പാലെടുപ്പത്ത് വെച്ചപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർത്തേ. അയ്യോ, മേക്കപ്പ് ഇട്ടില്ല. എന്നാൽ പിന്നെ ഞാൻ പോയി പെട്ടെന്നൊന്ന് ടച്ചപ്പ് ചെയ്തേച്ചും വരാം. അതിപ്പം എങ്ങോട്ടും പോകാനില്ലെങ്കിലും കണ്ണിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ? സംടൈംസ് ഗ്ലാം ഈസ് ദ പ്ലാൻ അല്ലേ? എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈശ്വര ഞാൻ ഈ വിളിച്ച് പറയുന്നത്. അടുത്തായി നമുക്ക് ഇയറിങ്സ് സെലക്ട് ചെയ്യാം. ഈ ഇയറിങ്സ് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. ഐഷോ, നീ ഇത് കാണുവാണെങ്കിൽ ഇതെൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. ഇത് നമുക്ക് സൺസ്ക്രീൻ ഇടാം. റൂൾ നമ്പർ 1, നെവർ സ്കിപ്പ് സൺസ്ക്രീൻ. ഞാൻ പുറത്തോട്ടൊന്നും പോകുന്നില്ലെങ്കിലും എപ്പോഴാണ് സൺ എക്സ്പോഷർ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സോ നെവർ എവർ സ്കിപ്പ് സൺസ്ക്രീൻ. കണ്ണെഴുതി പൊട്ട് വെച്ചാലേ ഒരു കംപ്ലീഷനുള്ളൂ ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ലേ? എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് സാരി ഉടുക്കുമ്പോൾ പൊട്ട് വെച്ചാലേ ആ ഒരു ശാലീന ഭംഗി എന്നൊക്കെ പറയില്ലേ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പായസം എന്തായി നോക്കാം. പായസം എന്തായി നോക്കാൻ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, പാല് തിളപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനി പായസം മിക്സ് ചെയ്തെടുക്കാം. പായസം റെഡി. എന്താ എളുപ്പത്തിലാണ് പായസമായത്. അത്തമില്ലാണ്ട് എങ്ങനെയാണ് നമ്മുടെ ഓണം കളറാകുന്നത്? ഇനി നമുക്ക് അത്തത്തിലോട്ട് കിടക്കാം. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ആ ഫേസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പൂ വരയ്ക്കണം, കളം വരയ്ക്കണം, ഡിസൈൻ സെലക്ട് ചെയ്യണം. വലിയ ഡിസൈനൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു കാട്ടിക്കൂട്ടലാണ്. ശരിക്കും നാട് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ചെറിയ രീതിയിലെങ്കിലും ഇങ്ങനെ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചത് ആ ഒരു മിസ്സിങ് കൊണ്ടാണ്. അങ്ങനെ മെനി മിനിറ്റ്സ് ലേറ്റർ എൻ്റെ അത്ത ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി കുറച്ച് പട്ടിഷോ ആവാം അല്ലേ? പട്ടിഷോ ഒന്നുമല്ല, ഫുഡ് ഇതുവരെ വന്നിട്ടില്ല. സദ്യ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. വിശന്നിട്ടാണെങ്കിൽ പാടില്ല, രാവിലെ ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. സദ്യ കഴിക്കാൻ വേണ്ടി രാവിലെ തൊട്ടേ വയറ് സെറ്റാക്കി വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ സദ്യ എത്തി. ഇനി സദ്യ കഴിഞ്ഞിട്ടാവും ബാക്കി ഷോ. നമ്മുടെ നാട്ടിലെ സദ്യയുടെ ഏഴിലെത്തില്ലെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. അങ്ങനെ സദ്യയും കഴിഞ്ഞു. വിശപ്പിൻ്റെ വിളി കാരണം ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെന്നേ. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ ഓണം വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മിക്കവാറും ഓണം കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. എന്നാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.